ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം വിശുദ്ധ ബൈബിളിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു പുസ്തകമാണ്. The book of Daniel is one of the most popular books in the Bible. ഏകദേശം 12 പരം അധ്യായങ്ങൾ ഉള്ള മനോഹരമായ ഒരു വിവരണമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. You know, the book of Daniel is a book of around 12 chapters of description. എന്നാൽ ചില ക്രൈസ്തവ സമൂഹങ്ങളിൽ, പ്രത്യേകിച്ച് റോമൻ കാത്തലിക്സ്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് എഴുത്തുകളിൽ അവർ 13 അധ്യായങ്ങൾ ചേർത്തിട്ടുണ്ട്. But you know, some of the churches like the Catholic Church or the other Episcopal churches, some churches they have one more chapter, there's a 13th chapter added to it. അതിൽ പ്രധാനമായിട്ട് വിവരിച്ചിരിക്കുന്ന വേദഭാഗം സൂസന്ന എന്നറിയപ്പെടുന്ന ഒരു സഹോദരിയുടെ ചരിത്രമാണ് ആ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. That 13th chapter is about a sister named Susanna. Her life is being described in that 13th chapter. പ്രവാസത്തിൽ കഴിയുന്ന കാലഘട്ടത്തിൽ ദാനിയേൽ അഭിമുഖീകരിച്ച ഒരു പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ സൂസന്നായെ വലിയൊരു അപരാധത്തിൽ നിന്ന് നിയമപരമായിട്ട് രക്ഷിച്ച ഒരു ചരിത്രത്തിൻ്റെ സംഭവം ആ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. You know, while they were in exile in Babylon, and for something with this Susanna sister was being accused wrongly, and Daniel comes and helps in getting her out. That is the description in that 13th chapter. വായനയ്ക്ക് താല്പര്യമുള്ളവർ അത് നിങ്ങൾ യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ Those who people interested in reading that, if you go to Google and search it, you can go there and read that chapter. നമുക്കറിയാം, ഈ പുസ്തകത്തിലെ 12 അധ്യായങ്ങൾ, ആദ്യത്തെ 6 അധ്യായങ്ങൾ വിശ്വാസ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയത്. The first six chapters of this book is regarding the faith. തുടർന്നുള്ള 6 അധ്യായങ്ങളിൽ പ്രവചനാത്മകപരമായിരിക്കുന്ന ചില വിഷയങ്ങളാണ് രേഖപ്പെടുത്തിയത്. The other 6 chapters they are about the prophecies. ഇതിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കുന്ന ദാനിയേലിനെ പറ്റി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു തന്നെ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. You know, Jesus Christ himself has spoken about Daniel in the New Testament. അതുപോലെ തന്നെ ഈ പുസ്തകത്തിന്റെ താളുകളിൽ പലപ്പോഴും ദൈവം തന്നെ പറയപ്പെടുന്നത് എൻ്റെ പ്രിയ പുരുഷനായ ദാനിയേലേ എന്നൊക്കെയാണ്. Even in this book while we read, he says my favorite person Daniel. മാത്രമല്ല, അന്നത്തെ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റൊരു വ്യക്തിയായിരുന്ന യെഹെസ്കേൽ പ്രവാചകൻ തൻ്റെ 14-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലും ദാനിയേലിനെ പരാമർശിച്ച് അഭിമാനത്തോടെ പറയുന്നു. Even another prophet who lived at the time of Daniel in his book 14th chapter 14 verse, he talks about Daniel. വിശുദ്ധ ബൈബിളിൽ കളങ്കമില്ലാതെ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട വ്യക്തികളിൽ യോസഫിന്റെയും ദാനിയേലിന്റെയും ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദാനിയേൽ. You know, in the Old Testament they speak about 2 persons without any guile, and one of the 2 persons is Daniel. അതുകൊണ്ട് സ്വർഗം അംഗീകരിച്ച, ക്രിസ്തു അംഗീകരിച്ച, തൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന യെഹെസ്കേൽ അംഗീകരിച്ച ഒരു അനുഗ്രഹീതമായ വ്യക്തിയായിരുന്നു ദാനിയേൽ. Daniel was a person who heaven accepted, who Christ accepted. Even the prophets who lived at that time, they accepted him as a good person. എല്ലാ പ്രിയപ്പെട്ടവരും അംഗീകരിച്ചെങ്കിലും ജീവിതത്തിന്റെ ആരംഭ നിമിഷങ്ങൾ ദുരിതപൂർണവും സങ്കടകരവും ഒറ്റപ്പെടലിന്റെ ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. Even though everybody accepted him, everybody liked him, but the beginning of his life was a big struggle and he went through a lot of hardships. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇസ്രായേലിലെ ഒരു നല്ല കുടുംബത്തിൽ നല്ല സാഹചര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട താനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ താൻ പോലും അറിയാതെ നെബൂഖദ്നേസർ ആ രാജ്യം ബാബിലോണിലേക്ക് ഈ ചെറുപ്പക്കാരനെ, ടീനേജറായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവനെ പിടിച്ചുകൊണ്ടു പോകുന്ന ചരിത്രം നമുക്കറിയാം. You know, Daniel was born in a good family, and in his teenage years itself, King Nebuchadnezzar took him into exile and took him to Babylon. പിന്നീടുള്ള തന്റെ ദീർഘവർഷങ്ങൾ മറ്റൊരു പ്രവാസ ജീവിതത്തിൽ അടിമയായിട്ട് മറ്റൊരു രാജ്യത്ത് ജീവിക്കേണ്ടി വന്ന ഒരു വ്യക്തിയായിരുന്നു ദാനിയേൽ എന്ന. You know, the rest of his life, a long period of his life, he had to live in exile in another country under another person's rule as a slave. ജീവിതത്തിന്റെ സങ്കടത്തിൽ കൂടെയും ഉന്നതമായ അനുഭവങ്ങളിൽ കൂടെയും വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടെയൊക്കെ കടന്നു
കടന്നുപോയപ്പോഴും ഒരു ദൈവഭക്തനായി ജീവിക്കുവാനായിട്ട് തൻ്റെ ഹൃദയം സമർപ്പിച്ച വ്യക്തിയായിരുന്നു Even താൻ. in times of his teenage years, so while he was in exile, while he was in a different country, God gave him the grace to live a God-fearing life in his life. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പടവുകളെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. If you study the life of Daniel, we can divide it into 5 parts. ഒന്നാമതായിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്റെ പ്രിപ്പറേഷൻ ആണ്. പി കൂട്ടിയുള്ള വാക്കാണ് പ്രിപ്പറേഷൻ. The first part of his life, if we study, is the P, that is the preparation. തന്റെ ജീവിതത്തെ എങ്ങനെയാണ് താൻ പ്രിപ്പയർ ചെയ്തത് എന്നാണ് നമ്മൾക്ക് ആരംഭമായിട്ട് കാണുവാൻ In the സാധിക്കുന്നത്. beginning, we can learn how he prepared himself. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടത് അവന്റെ സാഹചര്യമാണ്, അവന്റെ പരിസരങ്ങളാണ്, അവന്റെ പ്രിപ്പറേഷനുകളാണ്. For a young person to be growing up, one of the greatest things is the circumstances or the environment which he grows up, how he prepares himself. ദൈവം ഓരോരുത്തരെയും പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് വ്യത്യസ്തങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലുമായിരിക്കും, വ്യത്യസ്തങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിലുമായിരിക്കും. God prepares people in different circumstances, different environment, in different processes. ഇവിടെ നമുക്ക് ദാനിയേലിന് ഒരു പ്രവാസത്തിലാണെങ്കിൽ മറ്റു ചില പ്രിയപ്പെട്ടവരെ മരുഭൂമിയിലാണ്, മറ്റ് ചില പ്രിയപ്പെട്ടവരെ പ്രിസണിലാണ്, മറ്റു ചില പ്രിയപ്പെട്ടവരെ കൊട്ടാരത്തിലാണ്, മറ്റു ചില പ്രിയപ്പെട്ടവരെ കാട്ടിലാണ്. ജീവിതത്തിന്റെ പരിസരങ്ങൾ വ്യത്യസ്തങ്ങളാണ്. Here Daniel, he is in exile. Some people God prepared while they were in prison. Some people God prepared while they were in the wilderness. Some people God prepared while they were in the jungle. There are different types of preparation God pushed the people through. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം പ്രിപ്പയർ ചെയ്യുന്ന ഓരോ സാഹചര്യങ്ങളുണ്ട്. അത് മരുഭൂമിയായിരിക്കാം, കാട്ടിൻ്റെ അനുഭവമായിരിക്കാം, കൊട്ടാരത്തിൻ്റെ അനുഭവമായിരിക്കാം, ജീവിതത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന പരിസരങ്ങൾ എന്നെയും നിങ്ങളെയും ദൈവം പ്രിപ്പയർ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം. You and me who are here, God is taking time to prepare us. The environment may be different, the place may be different, the rules may be different, the place may be different, but in every way God is preparing you. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രിപ്പറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് ഫാമിലി ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്ലേസ് ഫോർ ദ പ്രിപ്പറേഷൻ. For the preparation of a person, family is a great important unit of that preparation. ഒരു കുടുംബമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വളർച്ചയ്ക്ക് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയപ്പെടുന്നത്. The biggest environment of growth for a person is his family. അതുകൊണ്ടാണ് പണ്ടുള്ള പ്രിയപ്പെട്ടവർ പറയുന്നത് വീട് നന്നാകാതെ വിദ്യാലയം നന്നാകത്തില്ല. That's why in the olden times people say first you need to prepare your set forth your house right, then go and build schools. അതുകൊണ്ടാണ് ചില പ്രിയപ്പെട്ടവർ പറയുന്നത് ചുട്ടയിലെ ശീലം ചുടലവരെ എന്ന് പറയപ്പെടുന്നത്. That means what you learn in your young days, that's what you learn when you grow up. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മുടെ കുടുംബം എന്നുള്ളത്. Our family is the center point of our growth. ശ്രദ്ധിക്കുക, ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഓരോ സംഭവങ്ങളും നമ്മെ വിളിച്ചറിയിക്കുന്നത് കുടുംബത്തിന് വളരെയധികം സ്വാധീനമുണ്ട്. What the world around is telling us that the family has a great role to play. കഴിഞ്ഞ ദിവസം കേരളത്തിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ മുത്തച്ഛനെ കൊലപ്പെടുത്തി കൂട്ടുകാരോട് ഒരുമിച്ച്. The other day, we heard of an instance in Kerala. One girl was 16 years old and killed her father. Killed her grandfather. Her grandfather, with the help of her friends. അത് തെറ്റായ ഒരു സംഗതിയാണ്. അത് സംഭവിച്ചത് തീർച്ചയായിട്ടും തെറ്റാണ്. പക്ഷേ അവളുടെ ജീവിതത്തെ അങ്ങനെ ഒരുക്കിയ ചില പരിസരങ്ങൾ ഉണ്ടായിരുന്നു. What she did is very wrong and what she did was not right, but the circumstances around her life, led her to what she did. അവളുടെ കുഞ്ഞുനാളിൽ അപ്പൻ ഭവനത്തിൽ നിന്ന് പോയി, അമ്മ പിന്നെ ജോലിക്കായിട്ട് പോയി. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങൾ അവളുടെ ജീവിതത്തെ വളരെയധികം ക്ഷതമേൽപ്പിച്ചു. While she was very little, the father left the house, the mother left the house to go to work. She was left all alone, and that is the circumstance she grew up in. അതാ കുഞ്ഞ് പെൺകുട്ടിയുടെ ടീനേജറിന്റെ ജീവിതത്തിനെ വലിയ മുറിവാക്കി തീർത്തു. അതൊരു ടോക്സിക് എൻവയോൺമെന്റ് ആക്കി തീർത്തു. This little girl, when she was growing up, that was a very toxic environment for us, and she led into doing what she did. അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കേട്ടതാണ് വാഷിംഗ്ടൺ DC-യിൽ ഒരു കൗമാരക്കാരനായിരിക്കും അമ്മയും മകനെ തന്റെ സഹോദരനെയും കൊലപ്പെടുത്തിയത് ചാറ്റ് GPT വഴി. The other day we heard about what happened in Washington DC. One person, he killed his mother and his brother
through the chat GPT. അപ്പം ജീവിതത്തിന്റെ പരിസരങ്ങൾ, നമ്മൾ ഇടപെടുന്ന മേഖലകൾ നമ്മളെ വളർത്തുകയും തളർത്തുകയും ചെയ്യുന്ന സംഭവങ്ങളാണ്. You know, our circumstances, our environment, they can grow us up, they can bring us down. അതുകൊണ്ടാണ് കുടുംബം, സഭ, സമൂഹം ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട എലമെന്റ്സുകളാണ്. Because that's why family, the church, the environment are great elements in us growing up. അവിടെ ഉയർന്നു വരുന്ന ഗുണപരമായിരിക്കുന്ന വശങ്ങളും ദോഷപരമായിരിക്കുന്ന വശങ്ങളും നമ്മുടെ കുഞ്ഞുനാൾ മുതൽ തന്നെ നമ്മുടെ ഹൃദയങ്ങളെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നതാണ്. The positive environments, the negative environments, they really play a big role, impact our mind as we grow up. ദാനിയേൽ ഇപ്പോൾ ജീവിതത്തിന്റെ വലിയ പരിതാപകരമായ സാഹചര്യങ്ങളാണെങ്കിലും കഴിഞ്ഞ 13 വർഷക്കാലങ്ങൾ താൻ ജീവിച്ച ഒരു പരിസരമുണ്ട്. ദൈവഭക്തിയുള്ള ഒരു കുടുംബത്തിന്റെ പരിസരത്തിൽ താൻ ജനിച്ചു Though വളർത്തപ്പെട്ടു. now he's in a very difficult place, Aliyah, the past 13 years of his life, you know, he lived in a family unit where God was the center of that unit. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പഠിക്കുന്ന സന്ദർഭത്തിലും തൻ്റെ കുഞ്ഞുനാളുകൾ, തൻ്റെ ജീവിതത്തിന്റെ ബാല്യം, കൗമാരം എല്ലാം ഭവനത്തിലായിരുന്നു. That's why when we study about the Lord Jesus Christ, his whole youth he spent with his family. ചില പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, 12 വയസ്സ് കഴിഞ്ഞ് കർത്താവിനെ ബൈബിളിൽ കാണുന്നില്ലല്ലോ Some എന്ന്. people ask a question, after the age of 12 we don't see Jesus in the Bible. പിന്നെ സ്നാനസമയത്ത് 30-ാമത്തെ വയസ്സിലാണല്ലോ കർത്താവിനെ കാണുന്നത് Then എന്ന്. he only appears again only at the age of 30 for his baptism. ബൈബിളിൽ ആ 12 മുതൽ 30 വരെയുള്ള വർഷങ്ങളെ അജ്ഞാത വർഷങ്ങൾ അല്ലെങ്കിൽ സൈലന്റ് ഇയേഴ്സ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. And you know, those years between 12 and 30, people call it the silent years or the unknown years of Jesus Christ. ലോകത്തിലെ പല പ്രിയപ്പെട്ടവർക്കും അജ്ഞാത വർഷങ്ങളെ പറ്റി വ്യത്യസ്തങ്ങളായിരിക്കുന്ന അഭിപ്രായങ്ങളാണുള്ളത്. Many people have different opinions of those years of Jesus Christ. ചില പ്രിയപ്പെട്ടവര് പറയപ്പെടുന്നത് യേശു ക്രിസ്തു 12 വയസ്സിന് ശേഷം താൻ മിസ്രൈമിലേക്ക് പോയി അവിടെ പോയി മാന്ത്രിക വിദ്യയൊക്കെ പഠിച്ചു. മോശയുടെ ഒക്കെ കാലഘട്ടത്തിൽ മന്ത്രവിദ്യകളൊക്കെ ഉണ്ടായിരുന്നു, അവിടേക്ക് പോയിരിക്കുകയായിരുന്നു യേശു എന്ന്. Some people say that after the age of 12 he went to Egypt and you know he learned a lot of magic and tricks out there because of the time of Moses and all that. മറ്റു ചില പ്രിയപ്പെട്ടവര് പറയുന്നത് യേശു ക്രിസ്തു ഭാരതത്തിലേക്ക് പോയി യോഗയും അതുപോലെ തന്നെയുള്ള തന്ത്രവിദ്യകളും ഒക്കെ പഠിക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു ആ അജ്ഞാത വർഷങ്ങൾ ഭാരതത്തിലായിരുന്നു എന്നാണ്. Some people say that Jesus after the age of 12 went to India and you know and learned yoga and he learned all those the yogic languages. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിനെ യോഗയും തന്ത്രവിദ്യയും മന്ത്രവിദ്യയും ഒക്കെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഗുരുവിനെ പറ്റി നമ്മൾ തീർച്ചയായിട്ടും കേൾക്കേണ്ടത് തന്നെയാണ്. If that was the case, we would surely hear about a yoga guru or some magical guru who taught him all these things, but none of those names are there in the മറ്റ് Bible. ചില പ്രിയപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നത് യേശു ക്രിസ്തു സ്പെയിനിലായിരുന്നും ചില പ്രിയപ്പെട്ടവർ അഭിപ്രായപ്പെടുന്ന അരിമത്തിയിലെ ജോസഫിനെ അന്ന് ഖനിയിൽ തൊഴിലാളിയായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്നുമൊക്കെ Some അഭിപ്രായപ്പെടുന്നവരുണ്ട്. people say that he spent his life in Spain and some people say he used to work for Joseph Arimatheus. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ അജ്ഞാത വർഷങ്ങളെ പറ്റി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ലോകത്തിലുള്ള പല പ്രിയപ്പെട്ടവർക്കും ഉണ്ട്. Many people have different opinions about Jesus Christ growing up. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം എഴുതി തീർക്കുമ്പോൾ ഇങ്ങനെയാണ്, ആരാധനയ്ക്ക് പോയതിനു ശേഷം അവർ മടങ്ങി വന്നിട്ട് നസറേത്തിലെ തൻ്റെ ഭവനത്തിൽ താൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നൊരു പദം പറയുന്നുണ്ട്. And in Luke chapter 2 he says that after we came back from worship he spent his life under the obedience of his parents. ലൂക്കോസ് 2-ാം അധ്യായത്തിൽ പറയുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം പ്രാപിച്ചു, ദൈവത്തിന്റെയും മനുഷ്യന്റെയും കൃപയിൽ വളർന്നു വന്നു, നസ്രയത്തിലെ തന്റെ ഭവനത്തിൽ താൻ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. They say that the child grew up in wisdom and knowledge and he lived as an obedient child of his parents. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കുഞ്ഞുങ്ങൾ, മക്കൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുക എന്നുള്ളത് അവരുടെ പഴയ നിയമത്തിന്റെ പ്രമാണമാണ്. You know, the Jewish custom is like that the children grow up as obedient to the parents. അതുകൊണ്ടാണ് നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നിനക്ക് നന്മയുണ്ടാകാനും ദീർഘായുസ് നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയപ്പെടുന്ന പഴയ നിയമത്തിന്റെ പ്രമാണം അവർക്ക് നന്നായിട്ട് അറിയാം. They know this Old Testament proverb, you know, if you want good life and long life, you need to
obey your parents. അതുകൊണ്ട് തീർച്ചയായിട്ടും ലൂക്കോസ് എന്ന എഴുത്തുകാരൻ എഴുതി തീർത്ത് വരുന്ന സന്ദർഭത്തിൽ തന്റെ ബാല്യവും കൗമാരത്തിലുമൊക്കെയാണ് കർത്താവ് പലതും ഭവനത്തിൽ നിന്ന് പഠിച്ചത്. That's why Luke says he in his youth, in his teenage time, in his youth is where Jesus learned everything. അവിടെ വെച്ചാണ് താൻ കൃഷിയെ പറ്റി പഠിച്ചത്, അടുക്കളയെ പറ്റി പഠിച്ചത്, വീട്ടിലെ ഓരോ സാധനങ്ങളെ പറ്റി പഠിച്ചത്, മത്സ്യബന്ധനത്തെ പറ്റി പഠിച്ചതെല്ലാം ഈ കാലഘട്ടങ്ങളിലായിരുന്നു. അത് നന്നായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തുകയാണ്. Lucas says it very clearly. This is where he learned about the kitchen habits, about the farming, and of all different things he learned while he was at home. ഇനിയും മറ്റൊരു കാര്യം നിങ്ങൾ ഗ്രഹിക്കേണ്ടത്, എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ എഴുത്തുകാർ യേശുക്രിസ്തുവിന്റെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ഭാവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. You need to understand that Matthew, Mark, Luke, John, whatever they write about Jesus, that is their, is about their imagination of Christ. ഓരോ എഴുത്തുകാർക്കും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നാനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. Each writer has a different focus on one he writes on. Like Mark, he writes upon the baptism of Jesus. പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന സുവിശേഷം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തിന്റെ ആരംഭം താൻ എഴുതുമ്പോൾ താൻ സ്നാനത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. Like when the first book of the New Testament, that is Mark, when he starts writing about Jesus, he wants to pay more attention on the fact that Jesus Christ was baptized at the beginning of his ministry. എന്നാൽ മത്തായി എഴുതുന്ന സന്ദർഭത്തിലും ലൂക്കോസ് എഴുതുന്ന സന്ദർഭത്തിലും അങ്ങനെയല്ല തുടങ്ങുന്നത്. തങ്ങൾ എഴുതുന്നത് ജീനിയോളജി സംബന്ധിച്ചും ബർത്ത് നറേറ്റീവ് അനുസരിച്ചും ബെത്ലഹേമിന്റെ ചരിത്രത്തോടു കൂടെയാണ് മത്തായിയും ലൂക്കോസും എഴുതുന്നത്. Like Matthew and Luke, when they write about Jesus Christ, they start writing right from the genealogy of Jesus Christ. അവരുടെ ഉദ്ദേശം എന്ന് പറയപ്പെടുന്ന ജീനിയോളജിയോടുള്ള തുടക്കമാണ് അവർ എഴുതുവാനായിട്ട് ഉദ്ദേശിച്ചത്. Their focus is on the genealogy of Jesus Christ, and this is where it all started. എന്നാൽ അതിനുശേഷം 20 വർഷങ്ങൾക്ക് ശേഷം അടുത്ത എഴുത്തുകാരനായിരിക്കുന്ന യോഹന്നാൻ എന്ന എഴുത്തുകാരൻ എഴുതുമ്പോൾ സ്നാനത്തോടു കൂടെയല്ല തുടങ്ങുന്നത്, ബർത്ത് നറേറ്റീവ്സും അല്ല തുടങ്ങുന്നത്. താൻ എഴുതുമ്പോൾ ആദിയിൽ എന്ന് പറഞ്ഞ് സ്വർഗത്തെ തുടങ്ങിയാണ് തന്റെ എഴുത്ത് ആരംഭിക്കുന്നത്. But 20 years later, when John starts writing about Jesus, he doesn't start with baptism or he doesn't start the genealogy. He starts with in the beginning. That's how he starts. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഓരോ എഴുത്തുകാർക്കും അവരുടെ ചില കാര്യങ്ങൾ ഉദ്ദേശത്തോടു കൂടെയാണ് അവർ സമൂഹത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നത്. That's why I say each writer, they have their own focus on what they are trying to tell you about Jesus Christ. അവരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി, രാവിലെ എഴുന്നേറ്റതിനെ പറ്റിയും ഡ്രസ്സ് ധരിച്ചതിനെ പറ്റിയും അല്ലെങ്കിൽ താനെ കുളിച്ചതിനെ പറ്റിയും താനെ അവിടുത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുക എന്നുള്ളതല്ല ഒരു എഴുത്തുകാരന്റെ ഉദ്ദേശം. None of these writers, their focus was never on what Jesus wore or what Jesus ate or what Jesus did. That was not their focus. യേശുക്രിസ്തു 30 വർഷങ്ങൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, കൂട്ടുകാരോട് കൂടെ പോയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ടായിരിക്കാം കുഞ്ഞുനാളുകളിൽ. ഇതൊന്നും എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുതുക എന്നുള്ളതല്ല അദ്ദേഹത്തിന്റെ ഉദ്ദേശം. In his young days, he must have done many things. He must have gone and played with his friends, But these writers did not focus on any of those things. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ചൊന്നുമുള്ള കാര്യമല്ല പറയപ്പെടുന്നത്. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പറ്റിയും ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പറ്റിയുമാണ് അതിന്റെ എഴുത്തുകാരൻ പരാമർശിക്കുന്നത്. That's why if we look at the book of Acts, he doesn't talk about the birth of Jesus or anything about Jesus. He focuses on the death of Jesus Christ and the resurrection of Jesus Christ. അതുകൊണ്ട് ലോകത്തിലുള്ള പല പ്രിയപ്പെട്ടവരും എഴുത്തുകാരും മറ്റു പ്രിയപ്പെട്ടവരും പല രീതികളിൽ വിമർശിക്കപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ വചനം എഴുതിയ പ്രിയപ്പെട്ടവർക്ക് അവരുടേതായിരിക്കുന്ന ഉദ്ദേശങ്ങളാണ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതല്ല. That's why you need to understand, when these people, when they wrote the Bible, their main focus was to focus on Jesus Christ and who Jesus Christ is, not to satisfy us the readers. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, കർത്താവായ യേശുക്രിസ്തുവും തന്റെ ബാല്യവും കൗമാരവും യൗവനവും ഒക്കെ താൻ ഒരു കുടുംബത്തിന്റെ പരിസരത്തിൽ തന്റെ ജീവിതത്തെയും ശരീരത്തെയും മനസ്സിനെയും ഒക്കെ വളർത്തിക്കൊണ്ട് വരത്തക്ക രീതിയിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. What I try to tell you is, Jesus grew in a family environment where he grew up as a normal child,
obedient to his parents. അതുകൊണ്ട് ദൈവം നൽകി തരുന്ന പരിസരങ്ങൾ ദൈവോന്മുഖമായിട്ട് പ്രയോജനപ്പെടുത്തുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസങ്ങളിലും നമ്മളെയും നമ്മുടെ തലമുറകളെയും അനുദിനം വളർത്തിയെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. It's very important that we utilize the circumstances or the environment which God has put us in and use it for the glory of God and growing up according to the word of God. ശ്രദ്ധിക്കുക, ഇവർ മറ്റൊരു കൾച്ചറിൽ പോയി ഇവരുടെ ഭക്ഷണ രീതി മാറ്റാൻ ശ്രമിച്ചു, ഇവരുടെ ലാംഗ്വേജ് സ്റ്റൈൽ മാറ്റാൻ ശ്രമിച്ചു, ഇവരുടെ പേരുകൾ മാറ്റാനായിട്ടൊക്കെ ശ്രമിച്ചു. ഇങ്ങനെ പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ വൈദേശിക സംസ്കാരത്തിൽ സംഭവിക്കുകയാണ്. While they went to this different country, they tried to change their culture, they tried to change their habits, they tried to change their names, they tried to change them altogether. അന്നത്തെ സമൂഹം പല രീതികളിൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ശ്രമിച്ചുവെങ്കിലും താൻ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസത്തിന്റെ പ്രമാണമുണ്ടായിരുന്നു. അതിനുവേണ്ടി തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ എല്ലാ സാഹചര്യങ്ങളിലും താൻ നിൽക്കുകയുണ്ടായി. Those people tried to change him a lot, but there is one foundational faith which he believed in, and he held on to it right till the end of his life. ഇന്ന് പകൽക്കാലം പലവിധമായിരിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോഴും ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിന്റെ കൃപയിലും ആശ്രയിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരെ നടത്തുന്ന ദൈവത്തിന്റെ അത്ഭുതമേറിയ പ്രവർത്തനങ്ങളുടെ വിവരണങ്ങളാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. No matter what environment you are in, no matter what circumstances you are in, but the book of Daniel teaches us that earlier, if you hold on to your faith and if you hold on to God, he will lead you through all circumstances, no matter what the circumstances. അതുകൊണ്ട് തന്റെ ജീവിതത്തെയും തന്റെ ശരീരത്തെയും തന്റെ മനസ്സിനെയും എല്ലാം താൻ പ്രിപ്പയർ ചെയ്തു, ദൈവോന്മുഖമായി പ്രിപ്പയർ ചെയ്തു. That's why he prepared himself physically and mentally to stand before God. ഇന്ന് പകൽക്കാലം നമ്മെ പ്രിപ്പയർ ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I thank God for those people who are willing to surrender their life into the hands of the Lord so that the Lord may prepare them. രണ്ടാമതായിട്ട് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണവിശേഷം എന്ന് പറയപ്പെടുന്നത് പ്രാർത്ഥനാ ജീവിതമായിരുന്നു, പ്രയർ ലൈഫ് ആയിരുന്നു. Oh, the second P of his life was that he had a great prayer life. ഏകദേശം 125 പരം വാക്യങ്ങളോളം തന്റെ പ്രാർത്ഥനാ ജീവിതത്തെ പറ്റി ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. In the book of Daniel there are 125 verses about Daniel's prayer life. ജീവിതത്തിന്റെ വിവിധങ്ങളായിരിക്കുന്ന പ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ താൻ തയ്യാറായി. He was ready, no matter what the circumstances was, no matter what the situation was, to look unto the face of God in prayer. ബന്ധുക്കളും പ്രിയപ്പെട്ടവരും ഇല്ലാതിരുന്നപ്പോഴും ഒറ്റയ്ക്ക് താൻ ദൈവസന്നിധിയിൽ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ യെരൂശലേമിലേക്ക് നോക്കി താൻ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ തന്റെ ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. Even when he was alone, there was nobody there to support him. He used to go into his room, look face towards Jerusalem and pray unto the Lord, and that is how God, used him mightily in his difficult times. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥന എന്ന ശുശ്രൂഷ. Even if you are alone, there is nobody there to support you. There is one thing you can do, and that is pray. ആരും നമുക്ക് അവസരങ്ങൾ നൽകി തന്നില്ലെങ്കിലും ആരും നമ്മളെ അനുകൂലിച്ചില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന മനോഹരമായിരിക്കുന്ന ശുശ്രൂഷയാണ് പ്രാർത്ഥന എന്ന ശുശ്രൂഷ. Even if nobody gives you an opportunity or nobody sits with you, the one thing you can do all by yourself is prayer. ദാനിയേൽ തന്റെ തിരക്കിട്ട ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലും പ്രാർത്ഥനയ്ക്കായിട്ട് താൻ സമയം കണ്ടെത്തിയ ഒരു ദൈവഭക്തനായിരുന്നു. Even in his busy schedule, Daniel was a saint of God who found time to sit down and pray. തനിക്ക് തിരക്കിട്ട ജോലിയുടെ മേഖലകളിലും താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം കണ്ടെത്തിയ മനുഷ്യനായിരുന്നു. Even in his busy schedule at his workplace, he took out time to sit down and pray. കാരണം ജീവിതത്തിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും അസ്തമിച്ചു പോകുന്ന സാഹചര്യങ്ങൾ എല്ലാ വ്യക്തികൾക്കും വരാം. For everybody there may come circumstances where things come to the end of the road. സമ്പത്ത് എപ്പോൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് അറിയത്തില്ല, അധികാരവും പ്രശസ്തിയും പ്രശംസയും ഒക്കെ എപ്പോൾ തീർന്നു പോകുമെന്ന് അറിയത്തില്ല. എന്നാൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്ന പ്രിയപ്പെട്ടവർക്ക് പലതും താണുപോയാലും നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കൃപയുണ്ട്. We don't know when our wealth will vanish, we don't know when our health will vanish, we don't know when our circumstances will change, but there is one thing, if you invest in prayer, that will always be with you all throughout your life. നമ്മൾ ഇന്ന് കൈപിടിച്ചു വെച്ചിരിക്കുന്ന പലതും നമ്മുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കുന്ന ആരോഗ്യവും സമ്പത്തും അധികാരവും വിദ്യാഭ്യാസവും ഒക്കെ ഏത് നിമിഷങ്ങൾ വരെ നിൽക്കുമെന്ന് നമുക്കാർക്കും പറയാൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് ഏവർക്കും ആവശ്യമായിരിക്കുന്ന ദൈവത്തിന്റെ കൃപയാണ്. There are so many things you're holding on to. It may be your wealth, it may be your health, it may be your influence, it may be your education earlier. When these things will go away, you do not know. But if you hold on to prayer, that will stand with you in all
all circumstances of your life. ഇപ്പോൾ നമ്മുടെ കൈയും കാലും മനസ്സും ബുദ്ധിയും എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അനുകൂലമായിട്ട് പോകാൻ കഴിയുന്ന മേഖലകൾ എല്ലാ സന്ദർഭങ്ങളിലും ഇല്ല. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ എല്ലാ നിമിഷങ്ങളിലും ഉന്നതമായ പദവിയിലാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും ദൈവകൃപയിൽ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാകണം. Oh, today you may be healthy, wealthy, rich, earlier. You might be able to go where you want to go. You might be able to do what you want to do earlier. But it doesn't take time for circumstances to change earlier. All these things may pass away earlier. You might become vulnerable. But in these vulnerable times, the only thing that will stay with you is your prayer life. അതുകൊണ്ടാണ് ദാനിയേലിന് അറിയാമായിരുന്നു രാജാക്കന്മാർ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ അവരെല്ലാം ഉദയം ചെയ്യുകയും അസ്തമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്നെ നിർത്തിയത് ഇതൊന്നുമല്ല. എന്നെ നിർത്തിയത് ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപയാണ്. Daniel knows earlier many kings have come, many kings have gone. Hallelujah. These people have never influenced me. What has kept me going till today is God in whom I have trusted and who have put my faith in. എൻ്റെ മുൻപിൽ ഇരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾ എത്രയോ പ്രിയപ്പെട്ടവരെ കണ്ടു. ഈ യാത്രയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ആയുസിൽ എത്രയോ പ്രിയപ്പെട്ടവരെ കണ്ടു. എത്രയോ പ്രിയപ്പെട്ടവർ വിട്ടുപോയി, എത്രയോ പ്രിയപ്പെട്ടവർ അസ്തമിച്ചു. നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ കരുണയാണെന്ന് മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ കഴിയണം. Let me talk to the parents, the older generations earlier. In your lifetime, you saw so many people, you dealt with so many people came, so many people went away. But the fact that you are still alive is the grace of God and the presence of God in your life. മാരകമായ രോഗങ്ങൾ നിങ്ങളെ പിടിച്ച ദിനങ്ങൾ ഉണ്ടായിരുന്നു. സാമ്പത്തികമായിരിക്കുന്ന അപജയമുണ്ടായ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. സമൂഹത്തിന്റെ മധ്യത്തിൽ അപമാനമായി തീർന്ന പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നിർത്തിയിരിക്കുന്നത് ഇന്നും ദൈവത്തിന്റെ കരുണയല്ലേ, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമല്ല. There were times when your health has left you. There were times when circumstances went against you. There were times when people accused you wrongly. But in all these situations, that thing that has kept you still standing is the grace of God. മനുഷ്യർ വിധി എഴുതിയതിനപ്പുറത്തായിട്ട് ദൈവം ഇന്നും എന്നെ നിർത്തിയിരിക്കുന്നത് അവന്റെ നാമത്തിന് നന്ദി കരേറ്റുവാനും അവന് വേണ്ടി നിലകൊള്ളുവാനുമാണെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Oh, there were times when people counted you out earlier, but the fact that you are still alive and still praising God is the grace of God that is in your life. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷനും സ്ത്രീയും ഭാഗ്യമുള്ള പ്രിയപ്പെട്ടവരാ. അതുകൊണ്ട് നന്ദിയോടെ വാ തുറന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. Oh, taste and see that the Lord is good. Blessed is the man or woman who trusts in the Lord. Let us give praises unto our Lord this morning. സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരിക്കാം, നമുക്കൊന്നിനെ നിയന്ത്രിക്കാൻ കഴിയത്തില്ല, നമ്മുടെ പരിധിയിലും പരിമിതിയിലും നിൽക്കുന്നതല്ല ഒന്നും. പക്ഷേ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ ചിറകിന്റെ നിഴലിൽ നിങ്ങളെ ഓരോ ദിവസവും പരിപാലിക്കുന്ന ദൈവകൃപയ്ക്ക് മുൻപിൽ ഇന്ന് പകൽക്കാലം കരങ്ങളെ തട്ടിയും വാ തുറന്നും ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ടെ. Hallelujah. The circumstances may be not under your control. Things may not be under your control. But hallelujah, if you trust in a God who is in control of everything, hallelujah, He will control your life and He will lead your life. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ആ കർത്താവിലും അവന്റെ കൃപയിലും നമുക്ക് ശക്തിപ്പെടുവാൻ ദൈവം നമുക്ക് കരുണ ചൊരിയട്ടെ. God give you the grace, hallelujah, to be strengthened in the Lord and by the Lord. മൂന്നാമതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്റെ പെർഫോമൻസ് ആണ്. ജീവിതത്തിന്റെ വിവിധ The third P of his life is his performance. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഉത്തരവാദിത്ത പൂർണ്ണതയോടുകൂടെ എല്ലാ മേഖലകളിലും താൻ ചെയ്യുകയുണ്ടായി. Hallelujah. Whatever was responsibility was given to him, he performed those faithfully. എന്നെയും നിങ്ങളെയും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് കുടുംബത്തിന്റെ ആയിരിക്കാം, സഭയുടെ ആയിരിക്കാം, നിങ്ങളുടെ ജോലിയുടേതായിരിക്കാം. ജീവിതത്തിന്റെ ഓരോ ഉത്തരവാദിത്തങ്ങൾ എനിക്കും നിങ്ങൾക്കുമുണ്ട്. You know, God has placed many responsibilities. Maybe it's your family, maybe it's your work, maybe it's your ministry, but those responsibilities are given to you for a purpose. അതേത് സാഹചര്യങ്ങളിലാണെങ്കിലും ആ ഉത്തരവാദിത്തങ്ങൾ സ്വമനസ്സോടുകൂടെ ചെയ്യുവാനായിട്ടും അത് പൂർത്തീകരിക്കുവാനായിട്ടും ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കണം. Hallelujah. No matter what the responsibility is, hallelujah, to perform these duties faithfully, trust in the Lord, in Him and in His grace. എതിർപ്പുകൾ വന്നേക്കാം, സാഹചര്യങ്ങൾ വിപരീതമായേക്കാം, പക്ഷേ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകൾക്കും കൃപകൾക്കും അനുസരിച്ച് താൻ അത് പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുകയാണ്. You know, the circumstances went against him, hallelujah. The law went
against him, hallelujah. But in all the situations, hallelujah, he was faithful to the call of God in his life. ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ദൈവം കഴിവുകളും കൃപകളും നൽകിയാണ് ദൈവം ഈ ഭൂമിയിലാക്കി Every വെച്ചിരിക്കുന്നത്. one of you sitting here, God has given you talents and abilities while you are in this earth. ഏതെങ്കിലും വ്യത്യസ്തങ്ങളായിരിക്കുന്ന കഴിവുകളും കൃപകളും ദൈവം നിങ്ങൾക്ക് ഓരോ പ്രിയപ്പെട്ടവർക്കും നൽകി തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. Understand, God has given you different talents and different abilities in your life. എല്ലാവരും പ്രസംഗകരാകണമെന്നില്ല, എല്ലാവരും പാട്ടുകാരാകണമെന്നില്ല, എല്ലാവരും എഴുത്തുകാരാകണമെന്നില്ല. പക്ഷേ നിങ്ങളിൽ ചില ഗുണങ്ങൾ സർവശക്തനായ ദൈവം നൽകി തന്നിട്ടുണ്ട്. Not everybody needs to be a preacher, not everybody needs to be a singer, not everybody needs to be an author, but you know the talent God has given you. അത് ഈ ജീവിതത്തിന്റെ ആയുസ്സിൽ പൂർത്തീകരിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ പകർന്നു തരുവാൻ ദൈവം നിങ്ങളോട് കൂടെ എല്ലാ നിമിഷങ്ങളിലും And ഉണ്ടായിരിക്കും. God is faithful to give you the grace to fulfill these tasks, and He's with you every moment of your life. നിങ്ങൾ പതറിപ്പോകാതെ നിങ്ങളെ നിർത്തുവാൻ കഴിയുന്ന ശക്തിയേറിയ ദൈവത്തിന്റെ കരുതലിന്റെ കരങ്ങൾ നിങ്ങളോടുകൂടെ, നിങ്ങളുടെ ദൗത്യത്തോടുകൂടെ, നിങ്ങളുടെ നിയോഗത്തോടുകൂടെ അത് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പകർന്നു തരും. Hallelujah, the grace and His presence is always with you to fulfill, hallelujah, the duties which God has given you. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വിദ്യാഭ്യാസമായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ തൊഴിലുകളായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലുള്ള വിഷയങ്ങളായിരിക്കാം, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളാണ്. അത് നിയോഗത്തോടെ പൂർത്തീകരിക്കുവാൻ ദൈവം നിങ്ങളുടെ മേൽ അദൃശ്യമാകുന്ന കൃപ പകരുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. No matter what the responsibility is, no matter what that problem is, whatever God has given you, if you pray, God is there faithful enough to be with you and lead you in every step of the way. ശ്രദ്ധിക്കുക, ദാനിയേൽ പ്രവർത്തിച്ച കാലഘട്ടം എന്ന് പറയപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായ ഒരു കാലഘട്ടമാണ്. Remember, the circumstances which Daniel was in is beyond even our imagination. തന്നെ അവിടുത്തെ ഉന്നതമായിരിക്കുന്ന ഒരു വലിയ പൊസിഷനിലാണ് ദൈവമാക്കിയത് ആ സാഹചര്യത്തിൽ. You know, even in those circumstances, God put him in a very high stature. ശ്രദ്ധിക്കുക, ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അന്നത്തെ പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരമുള്ള ഇന്ത്യ മുതൽ ഇങ്ങ് ഫിലോസഫിയുള്ള ഗ്രീസ് വരെ ആ രാജ്യം ഭരിക്കുകയാണ്. You know, right from India to Greece, this country is this wide, this long. മഞ്ഞുമൂടി കിടക്കുന്ന റഷ്യ മുതൽ ഇങ്ങ് ചൂട് നിറഞ്ഞ ആഫ്രിക്ക വരെയുള്ള രാജ്യത്തിന്റെ ഭരണ നേതൃത്വം കൈകാര്യം ചെയ്യുന്ന ഒരു രാജ്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് ദാനിയേൽ. Right from Russia to Africa, this kingdom extended, and he was part of the ruling kingdom of that time. അല്ലാതെ ഒക്കലോകമാലെ രണ്ടോ മൂന്നോ ചെറിയ പരിപാടി പോലുള്ള ഒരു പരിപാടിയുടെ ആളൊന്നുമല്ലായിരുന്നു ദാനിയേൽ. He was not responsible for a small city or town like Oklahoma anything. കാരണം ഇത്രമാത്രം വിശാലമായിരിക്കുന്ന അന്നത്തെ ആ സാമ്രാജ്യത്തെ നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ അന്ന് ഹാങ്ങിങ് ഗാർഡൻ ഉണ്ട്. നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ The Nebuchadnezzar kingdom, there is hanging gardens there. നിങ്ങൾക്കറിയാമോ, മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ രാജാവ് എന്ന് പറയപ്പെടുന്നത് സൈറസ് ആണ്, കോരഷ് ആണ്. You know, the first king of this kingdom was Cyrus and Koresh. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഹ്യൂമൻ റൈറ്റ് എന്നുള്ള നിയമം ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിലുണ്ട്. അടിമകൾക്ക് ലിബറേഷൻ നൽകിയ ആദ്യത്തെ രാജാവ് എന്ന് പറയപ്പെടുന്നത് സൈറസ് ആയിരുന്നു. Cyrus king is the first person who liberated the slaves. അങ്ങനെയുള്ള പ്രമാദമായിരിക്കുന്ന ഉത്തരവ് പുറപ്പെടുവിച്ച കാലഘട്ടത്തിൽ തന്നോടുകൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ് നമ്മൾ ഈ പ്രസംഗിക്കുന്ന ദാനിയേൽ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ. In those times, in that rule, this Daniel who we preach about was a part of that kingdom. അതിനുശേഷം വന്ന ദാര്യാവേശ് എന്നറിയപ്പെടുന്നത് അതിലും പ്രബലനായിരിക്കുന്ന ഒരു രാജാവായിരുന്നു ഡാരിയവേശ് എന്ന വ്യക്തി. You know, the next king was King Darius. He was more prominent than Cyrus. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈവേ സിസ്റ്റം അന്നുണ്ടായത്. Oh, it was in his time when the highway systems of the world was created. ഇന്നത്തെ ഇറാനിൽ നിന്ന് ഇന്നുള്ള സർദിസിൽ വരെ ഉള്ള 1500 മൈലുള്ള ഹൈവേ സിസ്റ്റം ഡാരിയവേശിന്റെ കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായത്. Right from Iran for 1500 mile highway was created. അപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ ദാനിയേൽ എന്ന് പറയപ്പെടുന്ന ആ വ്യക്തി പ്രവർത്തിച്ച കാലഘട്ടത്തിന്റെ അഡ്മിനിസ്ട്രേഷനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. What I'm trying to tell you is, this Daniel who we preach out on, he was the administrator of all those works. ഇന്ന് കാണപ്പെടുന്ന പോസ്റ്റൽ സിസ്റ്റത്തിനും മുൻപേ ഉണ്ടായ പോസ്റ്റൽ സിസ്റ്റം ദാര്യാവേശിന്റെ കാലഘട്ടത്തിലായിരുന്നു. The postal system was
was created by Darius. കാരണം ഈ 1500 മൈൽ ഒക്കെ ഈ ഓരോ വാർത്തകൾ കൊണ്ടെത്തിക്കുവാൻ 7 ദിവസത്തിനുള്ളിൽ കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്ന പോസ്റ്റൽ സിസ്റ്റം ആയിരുന്നു അന്ന് ദാര്യാവേശിന്റെ കാലഘട്ടത്തിൽ In ഉണ്ടായിരുന്നത്. the time of Darius, these 1500 miles, there was a horse postal system where within 7 days earlier, mail was delivered. അതുകൊണ്ടാണ് 6-ാമത്തെ അധ്യായം നാം വായിക്കുമ്പോൾ 120 പേരെ പലയിടങ്ങളിലായിട്ട് ഓരോ ലീഡേഴ്സ് ആയിട്ട് നിയമിക്കുന്നതിനെ പറ്റി 6-ാമത്തെ അധ്യായത്തിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നത്. If you read in chapter 6, there's a discussion about, putting leaders in different places. കാരണം ഇന്ത്യ മുതൽ ഗ്രീസ് വരെയും അതുപോലെ തന്നെ ആഫ്രിക്ക മുതൽ റഷ്യ വരെയുമുള്ള രാജ്യങ്ങളുടെ ഒക്കെ നിയന്ത്രണത്തിന് വേണ്ടി 120 പ്രിയപ്പെട്ടവരെ ലീഡർഷിപ്പിൽ കൊണ്ടുവരികയാണ്. Earlier to rule this country from India to Greece, from Russia to Africa, they needed 125 leaders. കറപ്ഷനിൽ നിന്നും വയലൻസിൽ നിന്നും ഒക്കെ ഈ സമൂഹത്തെ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെയുള്ള ലീഡർഷിപ്പ് അത്യാവശ്യമാണ്. To avoid the corruption and violence, they need strong, bold leaders. ആ 120 പേരിൽ 3 പ്രിയപ്പെട്ടവരാണ് അതിന്റെ ചീഫായിട്ട് തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയാണ് ഈ ദാനിയേലിനെ പറ്റി ഒരു ഡിസ്കഷൻ നടക്കുന്നത്. The discussion is about making Daniel the chief of all these 102 leaders. ഈ കാലഘട്ടത്തിലാണ് ചില കൂട്ടുകാർ തന്റെ വിശ്വാസത്തിനെതിരായിട്ട് താൻ ആരാധിക്കുന്നില്ലെന്നും പറഞ്ഞ് തനിക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടാക്കുന്നത്. This is the time when a lot of his enemies, they try to get together and saying that he does not worship our God, and they try to bring accusation in front of him. ആ സന്ദർഭത്തിലാണ് താൻ വീട്ടിലേക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് താൻ തയ്യാറാകുന്നത്. That is the time when he goes to his house and he turns to Jerusalem and starts praying. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ നിയോഗത്തോടുകൂടെ ചെയ്യുകയും തനിക്ക് കഴിവില്ലാത്ത കാര്യങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഏൽപ്പിക്കുകയും ചെയ്തു. Oh, he used to do all his every task given to him. He would do it diligently, and what he could not accomplish, he used to ask God for help. നിനക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ കഴിയാൻ വയ്യാത്ത കാര്യങ്ങൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, if you diligently do what you can do, hallelujah, what you cannot do, God will take care of it. എനിക്കും നിങ്ങൾക്കും വേണ്ടി അത്ഭുതകരമായിട്ട് ഇറങ്ങി വരുന്ന സകലത്തിന്റെയും നിയന്ത്രിതാവായിരിക്കുന്ന സ്വർഗ്ഗത്തിലെ ദൈവം ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ വിശ്വസിക്കണം. This morning be assured, hallelujah, the King of Kings, the leader of everything, he is with you, leading you and guiding you. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന്റെ അവസാന സന്ദർഭങ്ങളിൽ നമ്മൾ വായിച്ചപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാര്യാവേശിന്റെ വാഴ്ചയിലും പാർസി രാജാവായിരിക്കുന്ന കോരേശിന്റെ വാഴ്ചയിലും അവൻ പ്രബലനായി അവൻ ശുഭപ്പെട്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. That's why we read earlier in chapter 7 here, in the time of Darius, in the time of Koresh, hallelujah, in all these rule, hallelujah, he was always prominent. നീ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ നിന്റെ പൊസിഷൻ, നാലാമതായിട്ട് നിന്റെ പൊസിഷനെ ദൈവമാണ് ഉറപ്പിക്കുന്നത്. Hallelujah, if you perform diligently and faithfully, God is the one who is going to establish your position. ആരെല്ലാം നിനക്കെതിരായിട്ട് ശബ്ദമുയർത്തിയാലും ശക്തിയോടുകൂടെ നിന്നാലും നിന്റെ പൊസിഷനെ ദൈവമാണ് നിർത്തുന്നതെങ്കിൽ ഏത് രാജാവിന്റെ കാലഘട്ടത്തിലും നിന്നെ നിർത്തുവാൻ ദൈവം ശക്തനാ. No matter who comes against you, no matter what law comes against you, if God is the one who is positioning you, nothing can move you from that place. അതുകൊണ്ട് എന്തെല്ലാം ശക്തികൾ നിനക്കെതിരായിട്ട് വന്നാലും, ഏതെല്ലാം രാജാക്കന്മാർ ചരിത്രത്തിൽ മാറി മറിഞ്ഞാലും, ഏതെല്ലാം വ്യക്തികൾ നിനക്ക് സൂപ്പർവൈസറായി സിഇഒ ഒക്കെ വന്നാലും എന്നെ നിങ്ങളെ നിർത്താൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരം എനിക്കും നിങ്ങൾക്കും അനുകൂലമായിരിക്കും. No matter who comes against you, no matter which king rules against you, no matter which power comes against you, if God is the one who has positioned you there, nothing can move you from that position. അതുകൊണ്ടല്ലേ 6-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ അന്നത്തെ രാജാവായിരിക്കുന്ന ദാര്യാവേശ് പറയുന്നത്. That's why in chapter 6 verse 26, this is what King Darius says. ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ എല്ലാവരും ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. Darius says, I make a decree that in every dominion of my kingdom men tremble and fear before the God of Daniel. ശ്രദ്ധിക്കുക, അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിരിക്കുന്ന ദാര്യാവേശ് ഹൈവേ സൃഷ്ടിച്ച പോസ്റ്റൽ സിസ്റ്റം ഉണ്ടാക്കിയ ആദ്യത്തെ ട്രാൻസാക്ഷൻ, നാണയത്തിന്റെ ട്രാൻസാക്ഷൻ ഉണ്ടാക്കിയ മനുഷ്യനാണ് ദാര്യാവേശ് പറയുന്ന പദമാണ് നമ്മൾ ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത്. The thing what we just read about this moment is by Darius. He is the one who created the postal system. He is the one who created money in the first place. കാരണം അതുവരെയും ബാർട്ടർ സിസ്റ്റം
സിസ്റ്റങ്ങളായിരുന്നു. എന്നാൽ ലോകത്തിൽ എല്ലായിടത്തും നാണയവിനിമയം ഗോൾഡ് കോയിൻ ആദ്യമായിട്ട് സമൂഹത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത മനുഷ്യനാണ് ദാര്യാവേശ് എന്ന് പറയപ്പെടുന്ന വ്യക്തി. Because till the time of Darius there used to be barter system, but now Darius is the king who invented money transactions. പലതിനെയും സൃഷ്ടിച്ച പലതിനെയും ഇംപ്ലിമെന്റ് ചെയ്ത അധികാരമുണ്ടായിരിക്കുന്ന ഒരു രാജാവ് പറയുകയാണ്, ഞാനല്ല രാജാവ്, ദാനിയേലിന്റെ ദൈവമാ രാജാവ്. This king Darius who created so many things, he's saying I am not the king, but the God of Daniel, he is the king. അതുകൊണ്ടല്ലേ 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെടെ ഏവരും ദാനിയേലിന്റെ ദൈവത്തിന്റെ മുൻപാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാനൊരു തീർപ്പ് കൽപ്പിക്കുന്നു. He says, I make a decree that in every dominion of my kingdom men tremble and fear before the God of Daniel. ഒരു രാജാവ് പറയുകയാണ്, അവൻ ജീവനുള്ള ദൈവവും എന്നേക്കും നിലനിൽക്കുന്നവനും, For he is the living God and that steadfast forever. അവന്റെ രാജത്വം നശിച്ചു പോകാത്തതും അവന്റെ ആധിപത്യം അവസാനിക്കാത്തതുമാണ്. And his kingdom that which shall never be destroyed, and his dominion shall never be ended. ദാര്യാവേശ് എന്ന് പറയപ്പെടുന്ന പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപൻ പറയുകയാണ്, അവന്റെ രാജ്യം നശിച്ചു പോകാത്തതാണ്. Hallelujah. King Darius, hallelujah. The king of that time is saying, hallelujah, his kingdom shall never be destroyed. അവന്റെ ആധിപത്യത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാകത്തില്ല, അത് ഇളകാത്ത And his ആധിപത്യമാണ്. dominion shall never ever have an end. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഗ്രഹിക്കേണ്ടത്, നമ്മൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. But you and me should understand this morning, we serve a living God. ചരിത്രത്തിൽ അനേക പ്രിയപ്പെട്ടവർ ദൈവപ്രവർത്തനത്തിന് എതിരായിട്ട് നിന്ന കാലഘട്ടങ്ങൾ Oh, ഉണ്ടായിട്ടുണ്ട്. there were times when people were against the work of God. റോമൻ സാമ്രാജ്യം ദൈവപ്രവർത്തനത്തിനെതിരായിട്ട് വന്നു, അത് ഇന്ന് ചരിത്രത്തിൽ ഇല്ല. The Roman kingdom came against the work of God. That Roman kingdom is not there today. അതുപോലെ തന്നെ ഹിറ്റ്ലർ ദൈവത്തിന്റെ പ്രവർത്തനത്തിനെതിരായിട്ട് വന്നു, അത് ഇന്ന് ചരിത്രത്തിന്റെ താളുകളില്ല. Similarly, Hitler came against the work of God. Hitler is not there today. ലോകത്തിൽ എന്തെല്ലാം ദൈവപ്രവർത്തനങ്ങൾക്കെതിരായിട്ട് വന്നാലും എന്നും നിലനിൽക്കുന്നത് ദൈവമായ രാജാവും നമ്മളുമാണ്, ദൈവസഭയുമാണ് എന്നും No matter what നിലനിൽക്കുന്നത്. force come against the work of God, hallelujah, they will perish, hallelujah. But today, even today, our God is still steadfast in ഇന്ന് life. പകൽക്കാലം എത്ര പ്രിയപ്പെട്ടവർ വിശ്വസിക്കുന്നു, എന്റെ രാജാവ് ജീവിക്കുന്നു. How many of you believe today, my king lives? ദൈവം അടിസ്ഥാനമിട്ടിരിക്കുന്നതും ദൈവം ശില്പിയായിരിക്കുന്നതുമായ ആ രാജ്യത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. Hallelujah. The kingdom where God laid the foundation, where God is the leader, that is the kingdom I'm awaiting. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത് ആ വലിയൊരു രാജ്യത്തിന് You വേണ്ടിയാണ്. and me, we are anticipating that big kingdom. ആ രാജ്യത്തിലെ അംഗങ്ങളായി തീരുവാൻ ഭാഗ്യം ലഭിച്ച ഒരു സമൂഹമാണ് എന്റെ മുൻപിൽ ഇന്ന് പകൽക്കാലം ഇരിക്കുന്നത്. Hallelujah. You and me, we are the blessed people who got the opportunity to be a part of that kingdom. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന ദൈവപൈതലേ, നിന്റെ സാഹചര്യങ്ങൾ എത്ര വിപരീതമാണെങ്കിലും, Oh, child of God who prays, no matter what your circumstances, ആരെല്ലാം നിനക്ക് അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നുപോയാലും, no matter whatever circumstances come against you, നീ ഒറ്റപ്പെട്ടവനാണ് എന്ന് കരുതുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിന്റെ മേൽ ആഞ്ഞടിച്ചാലും, maybe there are circumstances where you think you are all alone. ഒരു ദിവസം നിനക്ക് വേണ്ടി ഒരു ശബ്ദം പറയും, ദാനിയേൽ സേവിക്കുന്ന ദൈവം ജീവനുള്ള One ദൈവമാണ്. day you will hear a voice, the God of Daniel, he is alive. അതുകൊണ്ടല്ലേ ആ സഹോദരങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ സേവിക്കുന്ന ജീവനുള്ള ദൈവം. That's why those brothers said, the God who we serve, an alive God. ഇന്ന് പകൽക്കാലം ചരിത്രത്തിൽ മരിച്ചുപോയൊരു ദൈവത്തെ അല്ല ഞാനും നിങ്ങളും സേവിക്കുന്നത്, ജീവനുള്ള ദൈവത്തെയാണ്. We are not serving a dead God, we are serving a living God. ആ ജീവനുള്ള ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ജീവനായിട്ട് ഇന്ന് പകൽക്കാലം വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. Let that power of that living God come as a living life into your life today. ഏത് വിഷയത്തോടുള്ള ബന്ധത്തിലായി ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ജീവിപ്പിക്കുവാൻ ദൈവം ശക്തനാ. No matter what you have come into the presence of God with the prayer, the life of God can light you up. ആകാശവും ഭൂമിയും നീങ്ങിപ്പോകും, പക്ഷേ നീങ്ങിപ്പോകാത്ത ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുള്ളതാ. Heaven and earth may move away, hallelujah, but the word of God will never move away, and that word has got power. നമുക്കെല്ലാം പ്രിയപ്പെട്ടവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പാട്ടിന്റെ ഈരടികൾ പാടുന്ന സന്ദർഭത്തിൽ, You know, let's all stand to our feet, and while you are singing this last song, ജീവനുള്ള ദൈവത്തിന്റെ ശക്തിയും സാന്നിധ്യവും എന്റെ ശരീരത്തിന്റെ മേൽ വേണമെന്നും എന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങണമെന്നും ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, oh, those of you believe
And those of you who want, hallelujah, the power of God to come upon your circumstances, upon your problems. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുത്താമായിരുന്ന ദാനിയേൽ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്ന സന്ദർഭത്തിൽ Hallelujah, there were times when Daniel could have lost everything, when every circumstance was against him. ആരും തന്റെ കൂടെ ഇല്ലാതിരുന്നപ്പോഴും താൻ ആശ്രയം വെച്ച ദൈവം തന്നെ Oh, കൈവിട്ടില്ലെങ്കിൽ, when nobody was with him, hallelujah, there is a God who he trusted, and that God never abandoned him. കൈവിടാത്ത ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി The വന്നിട്ടുണ്ട്. God who never abandons, his hand is here this morning. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. For those people who believe the power of God here is here. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും എന്ന് പറഞ്ഞ ദാനിയേലിന്റെ മേൽ പകർന്ന ദൈവകൃപ ഇവിടെ ഇറങ്ങി When he വന്നിട്ടുണ്ട്. said, by his power, I will walk over this wall. I will go against the army. That same power is here today. വഴി അടഞ്ഞുപോയ ചെങ്കടലിന് മുൻപിൽ അവർക്ക് വേണ്ടി അത്ഭുതകരമായി വഴി തുറന്ന ദൈവത്തിന്റെ കരങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ ഇറങ്ങി The വന്നിട്ടുണ്ട്. hand of God which opened the Red Sea, hallelujah, that power is here today. ശൂന്യമായ കൽഭരണികളെ നോക്കി അത് വീഞ്ഞാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് സംഭവിപ്പാൻ കഴിവുള്ള ജീവന്റെ ദാതാവായിരിക്കുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. That same God, hallelujah, who commanded the pots outside to become into wine, that same power is here today.